നമസ്കാരം. വെട്ട ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. തിരുനാവായ കർക്കിടകവാവിന്റെ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്ര സത്രം ഹാളിൽ വിവിധ വകുപ്പുകളുടെ അവലോകന യോഗം ചേർന്നു. തിരൂർ തഹസിൽദാർ എസ് ഷീജയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ഓഗസ്റ്റ് 3 പുലർച്ചെ 2 മുതലാണ് ബലിതർപ്പണം. ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, താഴെപ്പാലം, തിരൂർ. ഓഗസ്റ്റ് 3 പുലർച്ചെ 2 മുതലാണ് ബലിതർപ്പണം. ക്ഷേത്രക്കടവിൽ ബലിതർപ്പണം നടത്തുന്നതിന് ഒട്ടേറെ പേരാണെത്തുക. പോലീസ്, അഗ്നിരക്ഷാസേനാ വിഭാഗം, ദേവസ്വം വോളണ്ടിയർമാർ, സേവാഭാരതി പ്രവർത്തകർ, മെഡിക്കൽ സംഘം, മുങ്ങൽ വിദഗ്ധർ, വൈദ്യുതി വകുപ്പ് ജീവനക്കാർ എന്നിവർ സേവനത്തിനുണ്ടാകും. കൊടക്കൽ താഴം മൈതാനം, നവാമുകുന്ദ സ്കൂൾ മൈതാനം, നിള ഓഡിറ്റോറിയം മൈതാനം എന്നിവിടങ്ങളിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നതിന് സൗകര്യമൊരുക്കും. സുരക്ഷയ്ക്കായി ക്ഷേത്രത്തിനും ചുറ്റിലും റോഡരികിലുമെല്ലാം CCTV ക്യാമറകൾ സ്ഥാപിക്കും. ആരോഗ്യവകുപ്പിന്റെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട്. മഴയും വെയിലും ഏൽക്കാതെ ദർപ്പണം നടത്തുന്നതിന് പന്തൽ സംവിധാനവും ഒരുക്കും. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പ്രത്യേക പരിശോധനയും ഉണ്ടാകും. 17 കർമ്മികളുടെ കാർമ്മികത്വത്തിലാണ് ബലിതർപ്പണം നടക്കുക. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ചുക്കുകാപ്പി വിതരണവും കോയമ്പത്തൂർ ഭക്തരുടെ വക സൗജന്യ പ്രഭാത ഭക്ഷണവും ഉണ്ടാകും. ക്ഷേത്രത്തിലെ കൗണ്ടറിൽ ബലിരശീതികൾ വെള്ളിയാഴ്ച മുതൽ വിതരണം ചെയ്യും. വാവൊരിക്കൽ ദിവസം ഗാന്ധി സ്മാരക പരിസരം, പടിഞ്ഞാറെ ആൽത്തറ പരിസരം എന്നിവിടങ്ങളിൽ സ്പെഷ്യൽ കൗണ്ടറുകൾ തുറക്കും. ബലിഷീട്ട് എടുത്ത് പടിഞ്ഞാറെ നടയിലൂടെ വന്ന് ബലികർമ്മങ്ങൾ നടത്തി ക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തി കിഴക്കേ നടയിലൂടെയാണ് വിശ്വാസികൾ തിരിച്ചു പോകേണ്ടത്. തിരൂർ ഡിവൈഎസ്പി ബിജു, CI KK ജിനേഷ്, എക്സിക്യൂട്ടീവ് ഓഫീസർ K പരമേശ്വരൻ ആധവനാട്, തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് KT മുസ്തഫ, സെക്രട്ടറി സന്തോഷ് കുമാർ, PT മുഹമ്മദ്, HI ഷറഫുദ്ദീൻ, CP മുഹമ്മദ്, വാർഡംഗം സോളമൻ കളരിക്കൽ, PT സുഷകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരുനാവായ.